ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഗൂഗിൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ സെർച്ച് എല്ലാം ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെല്ലാം തന്നെ പലവിധ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യും. അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി പലവിധ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യാറുണ്ട്. ഇതിനെല്ലാം ഗൂഗിളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ചില സമയങ്ങളിലെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വരാറുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കുട്ടികൾക്കെല്ലാം ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെറ്റിംഗ് ഇത് തീർച്ചയായും നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ സേഫ് ബ്രൗസിങ്ങിന് വേണ്ടി ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഐഫോൺ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ക്രോം ബ്രൗസറിൽ നമ്മൾ ചെയ്യേണ്ട സെറ്റിംഗ്, അതുപോലെ നമ്മൾ ഇവിടെ ഈ സഫാരി എന്ന ബ്രൗസറിൽ ചെയ്യേണ്ട സെറ്റിംഗ്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇവിടെ പറയുന്നത്. സഫാരി എന്നത് ആപ്പിളിൻ്റെ ഒരു ബ്രൗസർ എല്ലാമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ എന്ന് ഓപ്പൺ ചെയ്യുക, അതായത് ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഹോം പേജ് എല്ലാം കാണാൻ സാധിക്കും. ഇനി മുകളിലായി ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സേഫ് സെർച്ച് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റിംഗ്സ് എന്നതിൽ പോയാലാണ് ഇതുപോലെ പ്രൈവസി എന്നതിൽ പോകുമ്പോഴെല്ലാം സേഫ് സെർച്ച് എന്നെല്ലാം കാണാം. ഇവിടെ എനിക്കിത് ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. പുതിയ വേർഷൻ എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് മുന്നിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സേഫ് സെർച്ച് എന്നത് ഇത് നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ബ്ലർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സേഫ് സെർച്ച് ഹെൽപ്പ് യു മാനേജ് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഇൻ യുവർ സെർച്ച് റിസൾട്ട് എന്നത്. അപ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത സെർച്ച് റിസൾട്ട് എല്ലാം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബ്ലർ ചെയ്തു വരാനാണ് ഈ ബ്ലർ എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതിന് താഴെയായി ഓഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഇത് കംപ്ലീറ്റ് ആയി ഓഫ് ആകും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം വരാനുള്ള സാധ്യതയും മറ്റുള്ളവർ ഇത് കാണാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓഫ് എന്ന് സെറ്റ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി ഫിൽട്ടർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സേഫായി ഇതുപോലെ ഇത്തരത്തിൽ ഈ എക്സ്പ്ലിസിറ്റ് ഇമേജസ്, ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിങ്കുകളെല്ലാം തന്നെ ഇത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് എല്ലാമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫിൽട്ടർ അല്ലെങ്കിൽ ബ്ലർ എന്നെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായി എന്തിനെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്ത് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും സേഫായി സെർച്ച് എല്ലാം ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം തന്നെ ഇവിടെ ഈ ഒരു ബ്ലറായി അല്ലെങ്കിൽ ഫിൽട്ടറായി കിട്ടും. ഇനി ഇത് തന്നെ നമ്മൾ ക്രോം ബ്രൗസർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് സേഫ് സെർച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായി ഈ പ്രൊഫൈൽ ഐക്കൺ കിട്ടും. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഈ സേഫ് ബ്രൗസിംഗ് എന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോ പ്രൊട്ടക്ഷൻ എന്നാണ്. അതായത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് എല്ലാം കിട്ടും. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സൈറ്റ്സ്, ഡൗൺലോഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻ ദാറ്റ് ആർ നോൺ ടു ബി ഡേഞ്ചറസ്. അപ്പോൾ ഡേഞ്ചറസ് ആയ കണ്ടന്റുകളെല്ലാം ഇത്തരത്തിലുള്ളതിനെയെല്ലാം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മുകളിലായി നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എൻഹാൻസ് പ്രൊട്ടക്ഷൻ, റിയൽ ടൈം പ്രോ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് സൈറ്റ് ഡൗൺലോഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻസ് ദാറ്റ് ബേസ്ഡ് ഓൺ യുവർ ബ്രൗസിംഗ് ഡാറ്റ ഗെറ്റിംഗ് സെൻഡ് ടു ഗൂഗിൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഇത്തരത്തിൽ ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എല്ലാം ഓൺ ചെയ്ത് വയ്ക്കുക. അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിചാരിതമായി ഇത്തരത്തിൽ കുറേ കാര്യങ്ങളെല്ലാം വരുന്നത്, അതായത് ആവശ്യമില്ലാത്ത എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് എല്ലാം വരുന്നതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഈ ഓപ്ഷൻ തന്നെയല്ലേ നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഓൺ ആയിരിക്കുന്നത് എന്ന് കൂടി ചെക്ക് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവായ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്